ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. അവരെന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജസ്. ഓക്കെ, വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ് എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു വേദനയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ഒരുപോലെയാണ്, രണ്ടുപേരുടെയും ഫീലിങ്സ് ഒരുപോലെയാണ്, സങ്കടം ഒരുപോലെയാണ്. ഒരുപാട് നിങ്ങൾക്ക് ഹേർട്ട് ആവുന്നുണ്ട് പരസ്പരം. അതായത് ഒരാൾക്ക് മറ്റൊരാളില്ലാതെ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. ഓക്കെ, ഈ ഒരു ഡാമേജ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഹൃദയം കുത്തി വേദനിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ അത്രയും ആഴത്തിലുള്ളൊരു പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ആവുന്നുണ്ട്, ഒരുപാട് കുറ്റബോധം, പശ്ചാത്താപം ഒക്കെ അവർക്ക് ഫീൽ ആവുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ആയി തീരുമെന്ന് ഒരിക്കലും ഈ വ്യക്തി ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അവർ എന്താണ്, ഇത് വളരെ സില്ലി ആയിട്ട് അങ്ങ് കടന്നു പോകും, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യം നിങ്ങളത് മനസ്സിലെടുക്കില്ല, അല്ലെങ്കിൽ അത്രയും ഒരു എന്താണ് ഒരു പ്രശ്നത്തിലേക്കൊന്നും പോവില്ല, സെപ്പറേഷനൊന്നും ആവില്ല എന്നൊക്കെയുള്ള ഒരു ധാരണ ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവർ കാൽക്കുലേറ്റ് ചെയ്ത പോലെയല്ല സംഭവിച്ചത്. നിങ്ങൾക്കത് നല്ലോണം ഹർട്ടാവുകയും നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു എന്നൊക്കെ അവർക്ക് ചിന്തിക്കുക, അവർക്ക് മനസ്സിൽ തോന്നുകയാണ്. ആ ഒരു മെസ്സേജൊക്കെയാണ് ഇവിടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ ലവ് ഈസ് ഓൾവേസ് ദയർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഡിസ്റ്റൻസിലാണ്, പക്ഷേ ഒരിക്കലും ഈ ഒരു സെപ്പറേഷൻ കാരണം നിങ്ങളുടെ പ്രണയമൊന്നും ഒരിക്കലും ഇല്ലാണ്ടാവില്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു വിശ്വാസം. സോ വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഒരിക്കലും ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഉടനെ തന്നെ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളൊരു പ്രതീക്ഷയിലൂടെയും ആ വ്യക്തി സഞ്ചരിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ എന്താണോ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളാണ് കൂടുതലായിട്ട് ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് സ്നേഹമായിരുന്നാലും കെയർ ആയിരുന്നാലും അറ്റൻഷൻ ആയിരുന്നാലും, രണ്ട് വ്യക്തികളെ തമ്മിൽ പ്രണയത്തിലാവുമ്പോൾ പരസ്പരം ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ആണെന്നെങ്കിൽ ഒരു 10% പോലും നിങ്ങൾക്ക് ആ ഒരു സ്നേഹമൊന്നും തിരിച്ച് തന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ അവരാഗ്രഹിക്കുന്നത് നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തത്, നിങ്ങൾ എന്താണോ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തത്, അതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് നൽകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത അവരിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് തുറന്നു പറയണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അവർ പ്ലാൻ ചെയ്ത പോലെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് നിങ്ങളിത് ഇപ്പോൾ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട്സ് നടന്നു, ഒരു സെപ്പറേഷൻ പോലും അതിലെത്തും, സെപ്പറേഷനിലേക്ക് അങ്ങനെ കാര്യങ്ങൾ പോകുമെന്ന് ഒരിക്കലും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ഇത്രയും ഹേർട്ട് ആവുമെന്നൊന്നും അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അവരിവിടെ പറയാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. ഈ വ്യക്തിക്ക് കുറച്ചധികം ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരിതൊന്നും നിങ്ങളോട് റിവീൽ ചെയ്യാത്തതായിട്ടും കാണുന്നത്. അതുപോലെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നിൽക്കാണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നൊരു പേഴ്സൺ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് ഇനി അങ്ങനെയല്ല, നിങ്ങളുടെ സൈഡിൽ നിന്ന് അവർ ചിന്തിക്കും, നിങ്ങളെ വിട്ടിട്ട് അവർ മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഐ ഫീൽ എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ്
വിതൗട്ട് യു, നിങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു പാർട്ട് മിസ്സിങ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാൻ അവരിപ്പോൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തുള്ള ആ ഒരു ഇൻറ്റൻസിറ്റിയോട് കൂടി തന്നെ ഇപ്പോൾ ഈ നിമിഷത്തിലും നിങ്ങൾ അവരെ പ്രണയിക്കുന്നത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു സ്ട്രെസ്സ് അവർക്ക് കൊടുത്തതിൽ അവർക്ക് അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ജീവൻ തന്നെ അവർക്ക് ഇങ്ങനെ ഉരുകി തീരുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യണം. എല്ലാ എനർജീസും ഡ്രെയിൻ ചെയ്ത് പോകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിരുന്ന സന്തോഷകരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വൈബ്, നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു വൈബ് അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർക്ക് വേദനകൾ മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മേ ബി അവർ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് റിപ്പീറ്റായിട്ട് അവർ പറയാണ്. നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ അവർ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. തേർഡ് പാർട്ടി എനർജി ആയിട്ട് കാണുന്നത് ആ വ്യക്തിയെ തന്നെയാണ്. ആ വ്യക്തി സ്വയം തേർഡ് പാർട്ടി എനർജി ആയിട്ട് റിലേഷൻഷിപ്പിൽ കാണുന്നു. അതായത് അവരുടെ കുറേ മിസ്റ്റേക്കുകൾ തന്നെയാണ് ഇവിടെ സെപ്പറേഷന് കാരണമായിരിക്കുന്നത്. പലപ്പോഴായിട്ട് അവരുടെ ശരിക്കുമുള്ള ആ ഒരു ക്യാരക്ടർ നിങ്ങളോട് റിവീൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവുമായിരുന്നില്ല. ആൻഡ് അവർക്ക് തന്നെ സ്വയം അവർക്ക് ഒരു വാല്യൂ കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അത്രയും അൺവോർത്തി അവർക്ക് സ്വയം ഫീൽ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ബെറ്ററായിട്ട് അവർ ചൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ വ്യക്തി കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അവരത് ഏറ്റു പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇനി നിങ്ങളൊരു മീറ്റിംഗ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഫസ്റ്റ് പറയുന്ന കാര്യങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. അവരൊരു പക്ഷേ ചേഞ്ച് ആയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട. അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ളൊരു ക്ഷമ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.